ഇന്ത്യൻ ചരിത്രത്തിലെ പ്രസിദ്ധമായ ചാർമിനാറിന് മുന്നിലാണ് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. തെലങ്കാന സ്റ്റേറ്റിലെ ഹൈദരാബാദിലാണ് ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത്. ചാർമിനാറിന് മുൻവശം നിറയെ മാർക്കറ്റുകളാണ്, ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളാണ് കൂടുതലും. ഖുതുബ് ഷാഹി രാജവംശത്തിലെ 5ാമത്തെ ഭരണാധികാരിയും ഹൈദരാബാദ് നഗരത്തിൻ്റെ സ്ഥാപകനുമായ സുൽത്താൻ മുഹമ്മദ് കുലി ഖുതുബ് ഷായാണ് 1591 ചാർമിനാർ സ്ഥാപിച്ചത്. ഗോൽക്കൊണ്ടയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് രാജ്യതലസ്ഥാനം മാറ്റിയപ്പോഴാണ് ചാർമിനാർ സ്ഥാപിച്ചത്. 4 മിനാരങ്ങൾ അഥവാ ചാർമിനാർ എന്ന ഉറുദു പദത്തിൽ നിന്നാണ് ഈ പേര് വന്നത്. ഇത് നിർമ്മിച്ചതിനും പ്രത്യേക കാരണമുണ്ടായിരുന്നു. രാജ്യത്തുണ്ടായ പ്ലേഗ് രോഗത്തിന് മുക്തി നേടിയപ്പോൾ ദൈവത്തോടുള്ള ആദരസൂചകമായാണ് നിസാം ഖുതുബ് ഷാ ചാർമിനാർ സ്ഥാപിച്ചത്. 1591 നിർമ്മിച്ച ഈ ലാൻഡ്മാർക്ക് ഹൈദരാബാദിൻ്റെ ഒരു പ്രതീകം തന്നെയാണ്. 434 വർഷത്തിലേറെയായി മുകളിലത്തെ നിലയിൽ ഒരു പള്ളി നിലനിൽക്കുന്നു എന്നതാണ് ചാർമിനാറിൻ്റെ നീണ്ട ചരിത്രത്തെ രേഖപ്പെടുത്തുന്നത്. ചരിത്രപരമായും മതപരമായും പ്രാധാന്യമുള്ളതാണെങ്കിലും ഘടനയെ ചുറ്റിപ്പറ്റിയുള്ള ജനപ്രിയവും തിരക്കേറിയതുമായ പ്രാദേശിക വിപണികൾക്കും ഇവിടം പേരുകേട്ടതാണ്. കൂടാതെ ഹൈദരാബാദിലെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ സന്ദർശിക്കുന്ന ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ ചാർമിനാർ. അന്താരാഷ്ട്ര വിപണികളുമായി നഗരത്തെ ബന്ധിപ്പിക്കുന്ന ചരിത്രപരമായ വ്യാപാരപാതയുടെ കവലയിലാണ് ചാർമിനാർ നിർമ്മിച്ചത്. ചാർമിനാർ കേന്ദ്രബിന്ദുവായി ഹൈദരാബാദ് പഴയ നഗരം രൂപകൽപ്പന ചെയ്യുകയും ചെയ്തു. ചാർമിനാറിൻ്റെ വടക്ക് ഭാഗത്തായി ചാർ കമാൻ അഥവാ 4 കവാടങ്ങൾ ഉണ്ട്. ഇത് പ്രധാന ദിശയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പേർഷ്യൻ വാസ്തുവിദ്യാ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്തോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനു മുകളിൽ കയറാൻ 25 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. 149 പടികളാണ് ഇതിനു മുകളിലേക്ക് കയറാൻ. ഓരോ വശവും 66 അടി നീളമുള്ളതാണ്. 4 വശങ്ങളിലും ഓരോന്നിനും 4 വലിയ കമാനങ്ങളുമുണ്ട്. ചാർമിനാർ മസ്ജിദ് ഒരു ചതുരാകൃതിയിലുള്ള ഘടനയാണ്. ഇതിനകത്ത് ഒരു പള്ളിയുമുണ്ട്. ഖുതുബ് ഷാഹി കാലഘട്ടത്തിൽ മേൽക്കൂരയുടെ ശേഷിക്കുന്ന ഭാഗം ഒരു രാജകീയ കോടതിയായും പ്രവർത്തിച്ചിരുന്നു. 4 നിലകളുള്ള ഘടനയുടെ മുകൾ നിലയിലാണ് യഥാർത്ഥ പള്ളി. നിലവിൽ ഇവിടെ നമസ്കാരമൊന്നും നടക്കുന്നില്ല. തൊട്ടടുത്ത് തന്നെ മക്ക മസ്ജിദ് ഉള്ളതിനാൽ ഇവിടെ ഇപ്പോൾ നമസ്കാരങ്ങൾ നടക്കാറില്ല. കരിങ്കല്ലും ഗ്രാനൈറ്റും ചുണ്ണാമ്പുകല്ലും കൊണ്ടാണ് ഈ നിർമ്മിതി. 2012 ലോകഭൂപടത്തിൽ സ്ഥാനം നേടിയ ചാർമിനാർ സന്ദർശിക്കാൻ എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. ചാർമിനാറിൻ്റെ നിർമ്മിതിക്ക് പല കാരണങ്ങളും പറയുന്നുണ്ട്. തുടക്കം ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ പ്ലേഗ് രോഗമുക്തിക്കായി ദൈവത്തിനോടുള്ള ആദരസൂചകമായെന്നും നിസാം മുഹമ്മദ് കുലി ഖുതുബ് ഷായുടെ ഭാര്യയുടെ സ്മരണാർത്ഥമാണ് ഇത് നിർമ്മിച്ചതെന്നും പറയപ്പെടുന്നു. ഷിയ താസിയാസിൻ്റെ ആകൃതിയിലുള്ളതിനാൽ കർബല യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മരുമകൻ്റെ സ്മരണയ്ക്കായി ഇത് നിർമ്മിച്ചതാണെന്നും പറയപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ചാർമിനാർ നിർമ്മിക്കുന്നതിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം ഇപ്പോഴും വ്യക്തമല്ല. 17ാം നൂറ്റാണ്ടിൽ സഞ്ചരിച്ച ഒരു ഫ്രഞ്ച് സഞ്ചാരികൻ പറയുന്നതനുസരിച്ച് ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ കാരണം തികച്ചും വ്യത്യസ്തമാണ്. പേർഷ്യൻ ഗ്രന്ഥങ്ങളുമായി സമന്വയിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ വിവരണമനുസരിച്ച് 2ാം ഇസ്ലാമിക സഹസ്രാബ്ദത്തിൻ്റെ തുടക്കത്തിൻ്റെ സ്മരണയായിട്ടാണ് ചാർമിനാർ നിർമ്മിച്ചതെന്നാണ് അവകാശപ്പെടുന്നത്. 1589 നിർമ്മാണം ആരംഭിച്ച ചാർമിനാറിന് 2 വർഷത്തിനുള്ളിൽ 9 ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയായി. അക്കാലത്ത് ഇത് ഏകദേശം 2 ലക്ഷം സ്വർണ്ണ നാണയങ്ങൾ ആയിരുന്നു. കുറഞ്ഞത് 30 അടി ആഴമുള്ള അടിത്തറയുള്ള ഇതിന് ഏകദേശം 14,000 ടൺ ഭാരമുണ്ടെന്ന് പറയപ്പെടുന്നു. 1670 മിന്നലേറ്റ് ഒരു മിനാരം തകർന്നിരുന്നു. പിന്നീട് ഏകദേശം 58,000 രൂപ ചെലവിൽ അത് നന്നാക്കി. ചാർമിനാറുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഐതിഹ്യവും കൂടിയുണ്ട്. അതനുസരിച്ച് ചാർമിനാറിനെയും ഗോൽക്കൊണ്ട കോട്ടയും ബന്ധിപ്പിക്കുന്ന ഒരു രഹസ്യ ഭൂഗർഭ തുരങ്കമുണ്ട്.
രാജകുടുംബത്തിന് എന്തെങ്കിലും അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ രക്ഷപ്പെടാൻ വേണ്ടി നിർമ്മിച്ചതാണിത്. എന്നിരുന്നാലും ഇന്നുവരെ ഒരു തുരങ്കവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. നഗരത്തിലെ പ്രധാന പള്ളിയായ മക്ക മസ്ജിദ് ചാർമിനാറിന് മുൻവശത്തായിട്ടാണ്. 2 പെരുന്നാൾ നമസ്കാരങ്ങളും ഈ മസ്ജിദിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. നേരെ വലതുവശത്തായി കാണുന്നതാണ് മക്ക മസ്ജിദ്. പെരുന്നാൾ നമസ്കാരങ്ങളും ആഘോഷങ്ങളും ഇവിടെ നടക്കുന്നതിനാൽ ചാർമിനാർ ഒരു ഉത്സവ അന്തരീക്ഷ പ്രദേശം കൂടിയാണ്. ചാർമിനാറിൻ്റെ പരിസരം മുഴുവൻ കച്ചവട കേന്ദ്രങ്ങളാണ്. ചെറുകിട വ്യാപാരം മുതൽ വൻകിട വ്യാപാരം വരെ ഇവിടെയുണ്ട്. രാജകീയവും പൗരാണിക രീതിയിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ നിന്ന് വാങ്ങാൻ കഴിയും. അതുപോലെ മാല, മുത്ത്, പവിഴങ്ങൾ തുടങ്ങിയവയും ഇവിടെ നിന്ന് വാങ്ങാൻ കഴിയും. കൊതിയൂറുന്ന രുചിഭേദങ്ങളുടെ ഒരു വൈവിധ്യ കേന്ദ്രം കൂടിയാണ് ഈ പരിസരം മുഴുവൻ. ചാർമിനാറിന് സമീപമുള്ള മക്ക മസ്ജിദാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹൈദരാബാദ് മക്ക മസ്ജിദ് എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. കുത്തുബ് ഷാഹി രാജവംശത്തിലെ 5ാമത്തെ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് കുലി കുത്തുബ് ഷാ ഇസ്ലാമിലെ ഏറ്റവും പുണ്യകേന്ദ്രമായ മക്കയിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണിൽ നിന്ന് ഇഷ്ടികകൾ നിർമ്മിച്ചാണ് ഈ പള്ളി നിർമ്മിച്ചത്. അതുകൊണ്ടാണ് ഈ പള്ളിക്ക് മക്ക മസ്ജിദ് എന്ന് പേര് വരാൻ കാരണമെന്ന് പറയപ്പെടുന്നു. ഒരു വലിയ താഴികക്കുടമുള്ള ഈ കെട്ടിടത്തിന് 4 നിലകളാണുള്ളത്. ഈ പള്ളിക്കകം 10,000-ലധികം വിശ്വാസികളെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്.